ാമല ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ പ്ലാന്റിന്റെ ദുരവസ്ഥ തുറന്നുകാട്ടുക എന്ന ലക്ഷ്യത്തോടെ LDYF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യ പ്ലാന്റിലേക്ക് മാർച്ച് നടത്തി. പ്ലാന്റ് ജീവനക്കാർക്ക് വേതന ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശിക നിലനിൽക്കെയാണ് ജീവനക്കാരെ സഹായിക്കുക എന്ന വ്യാജേന സ്വന്തക്കാരെ പ്ലാന്റിൽ തിരികെ കയറ്റാൻ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നതെന്ന് LDYF കുറ്റപ്പെടുത്തി. പ്രതിഷേധ മാർച്ച് യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് പി കിരൺജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംസ്ഥാനത്തിനാകെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനമായി മാറിയ ഒരു പഞ്ചായത്തിലെ സംസ്കരണ പ്ലാന്റാണ് ഇന്ന് ഈ രീതിയിലേക്ക് കാടുപിടിച്ച് അധപ്പതിച്ച് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാട് മൂടി അധപ്പതിച്ച് കിടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നിരവധി അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ, നാഷണൽ അവാർഡുകൾ, ആ രീതിയിൽ അവാർഡുകൾ വാരിക്കൂട്ടി ഈ സംസ്കരണ പ്ലാന്റിൽ ഇതാ എന്റെ പുറകിലുള്ള ഈ സംസ്കരണ പ്ലാന്റിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് ടൺ കണക്കിന് മാലിന്യങ്ങൾ. ഈ മാലിന്യം കുമിഞ്ഞുകൂടിയതിന്റെ ഭാഗമായി നമ്മുടെ ജലാശയങ്ങൾ മലിനപ്പെടുകയും ഈ നാടാകെ വലിയ ദുർഗന്ധം വമിക്കുകയും ചെയ്യുകയാണ്. വലിയ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാൻ കാരണമായ അഴിമതി നിറഞ്ഞതും തൊഴിലാളി ചൂഷണം നിറഞ്ഞതുമായ ഒരിടമായി മാറിയിരിക്കുകയാണ്. അടുത്ത കാലങ്ങളിലായി അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാതെ വെറുതെ കളവ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിലവിലുണ്ടാവുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ